ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ NH66 വർക്ക് അടിപൊളിയായിട്ട് നടക്കുന്നത് കാണാം. ഈ ഭാഗത്ത് പറഞ്ഞാൽ വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ടൗണിൻ്റെ ഭാഗത്താണ് ഇന്ന് കാണിക്കുന്നത്. ഈ ഭാഗത്തൂടെ ഒരു വണ്ടിയിലുള്ള യാത്രയിൽ എടുത്തതാണ്. പെട്ടെന്ന് ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, കൊടുങ്ങല്ലൂർ ഭാഗത്ത് പറഞ്ഞാൽ വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഫ്ലൈ ഓവറുകളൊന്നും കാണുന്നില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെ വലിയ ഫ്ലൈ ഓവർ, അത് നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വരെ ഏകദേശം വരുന്നുണ്ട്. ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബൈപ്പാസ് ആയിട്ടാണ് തിരിഞ്ഞു പോവുകയാണ്. ഇവിടെ വലിയൊരു ബൈപ്പാസാണ് വരുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ. അപ്പോൾ ടൗൺ ഭാഗത്തൊക്കെ അധിക ഭാഗത്തും വലിയ വലിയ ഫ്ലൈ ഓവറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഈ ഭാഗത്തുള്ള ആളുകൾ കുറച്ച് കാലം കഴിഞ്ഞൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ടൗൺ തന്നെ മാറിയിരിക്കും. അത്രക്കും വലിയൊരു മാറ്റമായിരിക്കും കൊടുങ്ങല്ലൂർ ഭാഗത്ത് വരുന്നത്. പഴയ കൊടുങ്ങല്ലൂർ ആയിരിക്കില്ല, അത്രയ്ക്കും വലിയ മാറ്റങ്ങളാണ് ഇവിടുത്തെ വർക്കിൽ കാണാൻ നമുക്ക്. ഇവിടെയൊക്കെ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്ലൈ ഓവറിൻ്റെ വർക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫില്ലറിൻ്റെ മുകളിൽ ഗർഡറുകളൊക്കെ കയറ്റി വെച്ചത് കാണാം നമുക്ക്. അപ്പോൾ ഒരു യാത്രാവേളയിൽ എടുത്തതായതുകൊണ്ട് വണ്ടിയിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇത് ഇവിടെ നമുക്ക് പിന്നീട് വന്നിട്ട് വിശദമായിട്ട് നമുക്ക് എടുത്തിട്ട് കാണാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്, അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ ടൗൺ ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, കൊടുങ്ങല്ലൂർ മെയിൻ ടൗൺ ഭാഗത്ത്. ഇവിടെയൊക്കെ ഭയങ്കര ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് പഴയ റോട്ടിലൂടെയാണ്, ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തോട്ടുള്ള. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലം. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോഴും പഴയ റോട്ടിൽ കൂടെ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞാൽ ബൈപ്പാസിലൂടെയാണ് വാഹനങ്ങൾ. ഇനി പുതുതായിട്ടുള്ള ബൈപ്പാസ് വരുമ്പോൾ ഈ ഭാഗത്ത് ഇതാണ് ബൈപ്പാസ് നമുക്ക് കാണാം.